നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. രൂപയ്ക്ക് വളരെ നീളമുള്ള മുടിയുണ്ട്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. വളരെ, വെരി, നീളം, ലോങ്, മുടി, ഹെയർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഉണ്ട്, മുടിയുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനാണ് പറയണത്. രൂപയ്ക്ക് വളരെ നീളമുള്ള മുടിയുണ്ട്, ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു കാര്യം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. രൂപയ്ക്ക് വളരെ നീളമുള്ള മുടിയുണ്ട്. രൂപ. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഇത് കഴിഞ്ഞ് എന്താ എഴുതേണ്ടതെന്നുള്ള ഓപ്ഷൻ ഇവിടെ എഴുതാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. ഹാഡ്, ഹാസ്, പിന്നെന്താ ഹാവ്. അപ്പം ഈ 3 ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ ഏത് സെലക്ട് ചെയ്യുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. അപ്പം ഇവിടെ ഞാൻ തന്നെ പറയാം, ജസ്റ്റ് നിങ്ങൾക്കൊരു 1 മിനിറ്റ് തന്നതാണ് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം രൂപയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ രൂപയുടെ കൂടെ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? ഇവിടെ നമുക്ക് ഓപ്ഷനുണ്ട് ഹാഡ്, ഹാസ്, ഹാവ്. അപ്പോൾ നമുക്കിവിടെ ഹാഡ് പറ്റില്ല. കാര്യം എന്താ ഹാഡ് പറ്റാത്തത്? ഹാഡ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യം ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്, നമുക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ കാര്യമാണ്. ഹാഡ് ഒരു കഴിഞ്ഞു പോയൊരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഹാഡ് പറ്റില്ല. ആദ്യം തന്നെ ക്രോസ് ചെയ്തു. അപ്പോൾ ഇനിയുള്ളത് ഹാസും ഉണ്ട്, ഹാവും ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഏത് സെലക്ട് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ചിലപ്പം ഇതെല്ലാവർക്കും അറിയണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറയണത്. അപ്പം ഇവിടെ ഹാസും ഹാവും ഉണ്ട്. നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? അപ്പോൾ ഇവിടെ നമുക്ക് ഹാവ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ക്രോസ് ചെയ്യാം. ഹാവും പറ്റില്ല. അപ്പം ഹാവ് എന്താ പറ്റാത്തതെന്ന് വെച്ചാൽ ഇവിടെ രൂപ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പം സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യത്തില്ല. നമ്മളൊരു പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ ഹാവ് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പം രൂപയും അവളുടെ കൂട്ടുകാരിയും എന്നായിരുന്നെങ്കിൽ ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്, ഒന്നിൽ കൂടുതലാണ് പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പം പിന്നെ അല്ലെങ്കിൽ അവർ, ദേ, അല്ലെങ്കിൽ വി, ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെ പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നായിരുന്നെങ്കിൽ നമുക്ക് ഹാവ് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ രൂപ മാത്രം ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പം ഒന്നിൽ കൂടുതലിനെയാണ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പോൾ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഹാവ് ഇവിടെ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതുന്നത്? നമ്മളിവിടെ ഹാസ്. അപ്പോൾ ഹാസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്ത് എഴുതുന്നത്. അപ്പം ഇവിടെ ഞാൻ ഹാസ് എഴുതാം. രൂപ ഹാസ്. രൂപയ്ക്ക് വളരെ നീളമുള്ള മുടിയുണ്ട്. രൂപ ഹാസ് വളരെ എന്നുള്ളതിനാണ് ഞാനിവിടെ വെരി എഴുതുന്നത്. രൂപ ഹാസ് വെരി ലോങ്, നീളമുള്ള, വെരി ലോങ് ഹെയർ. നമ്മളിവിടെ എങ്ങനെയാണ് എഴുതിയത്? രൂപയ്ക്ക് വളരെ നീളമുള്ള മുടിയുണ്ട്. രൂപ ഹാസ് വെരി ലോങ് ഹെയർ. രൂപ ഹാസ് വെരി ലോങ് ഹെയർ. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഓപ്ഷൻ എഴുതി. നമ്മളിതിൽ ഏതാ സെലക്ട് ചെയ്തത്? ഹാസ് ആണ് സെലക്ട് ചെയ്തത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്തതെന്നൊക്കെ നമ്മളിവിടെ പഠിച്ചു. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ എല്ലാ ദിവസവും രാവിലെ മുടി ചീകും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ, ഷീ, എല്ലാ ദിവസവും രാവിലെ, എവറി മോർണിംഗ്, മുടി ചീകും. ചീകുക എന്ന് വെച്ചാൽ കോംബ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അവൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, അവളുടെ ഒരു ഹാബിറ്റാണ് എന്നും മുടി ചീകണത് രാവിലെ. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ എല്ലാ ദിവസവും രാവിലെ മുടി ചീകും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. അപ്പം ഇവിടെ ചീകുക എന്ന് വെച്ചാൽ എന്താ? കോംബ്. അപ്പോൾ ചീകുക കോംബ് എന്നാണ്. അപ്പോൾ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇത് സബ്ജക്റ്റ് ഷീ. വെർബ് എന്ന് പറഞ്ഞാൽ കോംബാണ് വെർബ്. അപ്പം ഞാൻ പറഞ്ഞതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം ഫുൾ എഴുതിയിട്ട് നമുക്ക് പറയാം ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പം ഷീ കോംസ് ഹെർ ഹെയർ. ഷീ കോംസ് ഹെർ ഹെയർ. അപ്പം ഹെർ ഹെയർ, അവളുടെ മുടി. എപ്പോഴാണ്? എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പം എവറി മോർണിംഗ്. അപ്പം നമുക്കിത് ഈ ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ ഓരോ സബ്ജക്റ്റും വെർബിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ക്ലിയർ ആയിട്ട്. അപ്പം ഷീ കോംസ് ഹെർ ഹെയർ എവറി മോർണിംഗ്. അവൾ എല്ലാ ദിവസവും രാവിലെ അവളുടെ മുടി ചീകും. അപ്പം ഷീ കോംസ് ഹെർ ഹെയർ എവറി മോർണിംഗ്. അപ്പം നമുക്കിവിടെ മനസ്സിലായി സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ ആണ്, കോംബ് എന്ന് പറഞ്ഞാൽ വെർബാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് കോമ്പിനൂടെ എസ് ആഡ് ചെയ്തു? അപ്പം അതാണ് ഞാൻ പറയാൻ വന്ന മുമ്പേ. അപ്പം നമ്മൾ എപ്പോഴും നോക്കുക സബ്ജക്റ്റ് എന്താണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സിംഗുലാർ സബ്ജക്റ്റ് ആണ്, ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. പക്ഷേ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വെർബിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ട ഒരു കാര്യം.
അപ്പം നിങ്ങൾക്ക് കൺഫ്യൂസ് ആയി കാണുമോ എന്നറിയില്ല, ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഷീ ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തു. അല്ലെങ്കിൽ ഇ എസും നമുക്ക് യെസ് ഓർ ഇ എസ്. അപ്പോൾ ഇ എസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവർക്ക് എന്താ ഇ എസ്. ഇപ്പോൾ ഇവിടെ ഗോ ആയിരുന്നു വെച്ചോ, കോമ്പിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഗോ ആയിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതാം, ഗോ ആയിരുന്നു വെച്ചോ കോമ്പിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യണം. ഒരു സിംഗുലാർ സബ്ജക്റ്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് GOS എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഗോസ്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്, GOES എന്നല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ES എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പം അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇതിൽ പറയാനില്ല. എസ് ഓർ ES നമുക്ക് ആഡ് ചെയ്യാം വെർബിൻ്റെ കൂടെ. എപ്പോഴാണ് ഒരു സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ. അപ്പം ഈ ഷീയുടെ പകരം ഇപ്പോൾ ഇവിടെ ദേ ആയിരുന്നെങ്കിൽ നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്ര ഓർത്ത് വെച്ചേക്കുക. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്, അവൾ എല്ലാ ദിവസവും രാവിലെ മുടി ചീകും. ഷീ കോംസ് ഹെർ ഹെയർ എവറി മോർണിംഗ്. ഷീ കോംസ് ഹെർ ഹെയർ എവറി മോർണിംഗ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ മുടി ചീകി പിന്നിലേക്ക് കെട്ടി വെച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ ചീകുക കോംബ്, പിന്നിലേക്ക് കെട്ടി വെച്ചു. നമുക്ക് എങ്ങനെ പറയാം, ടൈഡ് ഇറ്റ് ബാക്ക്. അപ്പം ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴേ മനസ്സിലായി ഓൾറെഡി കെട്ടി വെച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ മുടി ചീകി പിന്നിലേക്ക് കെട്ടി വെച്ചു. നമുക്ക് എങ്ങനെ എഴുതാം, ഷീ. അപ്പം ചീകുക എന്ന് വെച്ചാൽ കോംബ് എന്നാണ്, കോംബ്. പക്ഷെ നമുക്കിവിടെ കോമ്പിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. കാര്യം ഈ ഒരു സെൻറ്റൻസ് കിടക്കണതേ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ്, കെട്ടി വെച്ചു. അപ്പം ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമല്ലേ. അപ്പം നമുക്ക് കോമ്പിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, കോംഡ്. ഷീ കോംഡ് ഹെർ ഹെയർ. ഷീ കോംഡ് ഹെർ ഹെയർ. ഇനി എന്താ എഴുതാൻ പോണേ, ആൻഡ് പിന്നിലേക്ക് കെട്ടിവെച്ചു. അപ്പം നമുക്കിങ്ങനെ എഴുതാം, ആൻഡ് ടൈ. ഇപ്പോൾ ഈ ടൈ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. അപ്പം നമ്മൾ ടൈയെ കൺവേർട്ട് ചെയ്ത്, ടൈയെയും നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, ടൈഡ്. ആൻഡ് ടൈഡ് ഇറ്റ് ബാക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്, ഇപ്പോൾ ടൈഡ് ഇറ്റ് ബാക്ക് എന്ന് വെച്ചാൽ പിന്നിലേക്ക് കെട്ടി വെച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്, ഷീ കോംഡ് ഹെർ ഹെയർ ആൻഡ് ടൈഡ് ഇറ്റ് ബാക്ക്. അവൾ മുടി ചീകി പിന്നിലേക്ക് കെട്ടി വെച്ചു. ഷീ കോംഡ് ഹെർ ഹെയർ ആൻഡ് ടൈഡ് ഇറ്റ് ബാക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു, കോംബ് എന്നൊരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കോംഡ് ആക്കി. പിന്നെ ടൈ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമിനെ ടൈഡ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കോളേജിൽ പോകാനായി അവൾ ബസ്സിൽ കയറി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പോവുക, ഗോ. അപ്പം ബസ്സിൽ കയറുക നമുക്ക് എങ്ങനെ പറയാം, ഗെറ്റ് ഓൺ ദ ബസ്. പക്ഷേ ഇവിടെ ബസ്സിൽ കയറി, ഓൾറെഡി കയറി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗെറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം അത് മാത്രമല്ല, ഈ ഒരു സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഓൾറെഡി അവൾ ബസ്സിൽ കയറി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. കോളേജിൽ പോകാനായി അവൾ ബസ്സിൽ കയറി, ഷീ. അപ്പോൾ ഇനി ഞാനിവിടെ ഷോർട്ട് ഫോമായിട്ട് നിങ്ങൾക്ക് എഴുതിയിട്ട് പിന്നെ ഇവിടെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ബസ്സിൽ കയറുക എന്ന് വെച്ചാൽ എന്താ, ബസ്സിൽ കയറുക എന്ന് വെച്ചാൽ ഗെറ്റ് ഓൺ ദ ബസ് എന്നാണ്. അപ്പം ബസ്സിൽ കയറുക എന്ന് വെച്ചാലാണ് ഗെറ്റ് ഓൺ ദ ബസ്. പക്ഷേ ഇവിടെ ബസ്സിൽ കയറി, ഓൾറെഡി കയറി കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ ഗെറ്റിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് പാസ്റ്റ് ഫോം ആക്കാം, ഗോട്ട് ഓൺ ദ ബസ്. അപ്പോൾ നമുക്ക് ഗോട്ട് ഓൺ ദ ബസ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഗെറ്റിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഗോട്ട് ഓൺ ദ ബസ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാൻ നോക്കാം. കോളേജിൽ പോകാനായി അവൾ ബസ്സിൽ കയറി. അപ്പോൾ നമുക്ക് എഴുതാം, ഷീ ഗോട്ട് ഓൺ ദ ബസ്. എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ട്, എവിടെ പോകാനാണ്, ടു ഗോ ടു കോളേജ്. നമ്മൾ എഴുതിയത് എങ്ങനെയാണ്, ഷീ ഗോട്ട് ഓൺ ദ ബസ് ടു ഗോ ടു കോളേജ്. അപ്പം ഇവിടെ ടു ഗോ ടു കോളേജ്, കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, അതിനാണ് ഇവിടെ നമ്മൾ ടു യൂസ് ചെയ്തത്. ടു ഗോ ടു കോളേജ്, കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഷീ ഗോട്ട് ഓൺ ദ ബസ്, അവൾ ബസ്സിൽ കയറിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒന്നും കൂടെ പറയാം. കോളേജിൽ പോകാനായി അവൾ ബസ്സിൽ കയറി, ഷീ ഗോട്ട് ഓൺ ദ ബസ് ടു ഗോ ടു കോളേജ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ബസ് തിരക്കുള്ളതായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഇവിടെ ആയിരുന്നു എന്ന് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു സെൻറ്റൻസ് നേരത്തെ ഒരു കാര്യമാണ്, ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയണേ. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, ബസ് തിരക്കുള്ളതായിരുന്നു. നമുക്ക് എഴുതാം, ദ ബസ്
അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു 4 ഓപ്ഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഹാസ്, ഈസ്, വെയർ, വാസ്. അപ്പം നമുക്കിവിടെ ഏത് എഴുതാമെന്ന് നോക്കാം. അപ്പം ഇവിടെ ബസ്സിൻ്റെ കൂടെ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഇവിടെ നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഹാസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അപ്പം എനിക്കൊരു കാറുണ്ട്, അപ്പം അത് ഹാവ് ആണ്. അപ്പം ഹാവും ഹാസും നമുക്ക് ഉണ്ടെന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഐയുടെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യത്തില്ല. കാര്യം അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഐ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹാസ് യൂസ് ചെയ്യുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടേക്ക്. നമുക്ക് അതിനെപ്പറ്റി അത് നമുക്ക് വേറെ ടോപ്പിക്കിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഹാസ് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഹാസും ഹാവിൻ്റെ മീനിങ് ഉണ്ടെന്നാണ്. പക്ഷേ ഇവിടെ അതിനെപ്പറ്റി ഒന്നുമല്ല പറയുന്നത്. അപ്പം ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യം. പക്ഷേ ഇത് ഓൾറെഡി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഈസും പറ്റില്ല. പിന്നെ എന്താ ഉള്ളത്? പിന്നെ വെയർ. അപ്പം വെയറും വാസും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ വെയർ യൂസ് ചെയ്യാമോ ഇല്ലയോ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പം ഇവിടെ വെയർ നമുക്ക് പറ്റില്ല. കാര്യം വെയർ യൂസ് ചെയ്യുന്നത് എപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. ഇവിടെ ബസ് എന്നുള്ളത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. ബസ് മാത്രമേ ഉള്ളൂ. ബസ്സിൻ്റെ കൂടെ ഒരു ഓട്ടോയും ഇന്നും ഇല്ലായിരുന്നു. ബസ്സും ഓട്ടോയും കൂടി പോയി, അങ്ങനെയൊന്നും അല്ലല്ലോ. ബസ് മാത്രമേ ഉള്ളൂ. അപ്പം ബസ് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് വെയർ യൂസ് ചെയ്യാൻ പറ്റില്ല. വെയർ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. അപ്പം വെയറും യൂസ് ചെയ്യാൻ പറ്റില്ല, ക്രോസ് ചെയ്തു. അപ്പം നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുന്നത്? വാസ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ബസ് വാസ്. അപ്പം ഇനി എഴുതാൻ പോണത് എന്താ? ബസ് തിരക്കുള്ളതായിരുന്നു. അപ്പം ഇവിടെ ഞാൻ എഴുതാൻ പോണത് എന്താ? ദ ബസ് വാസ്. അപ്പോൾ തിരക്കുള്ള എന്ന് വെച്ചാൽ എന്താ? ക്രൗഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തിരക്കുള്ള എന്ന് പറഞ്ഞാൽ ബിസി എന്നല്ലേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ക്രൗഡ് എന്ന് എഴുതുന്നത്? അപ്പോൾ ഇവിടെ ബസ്സിൽ ആൾക്കൂട്ടം, നമ്മൾ ആൾക്കൂട്ടത്തിനെ ക്രൗഡ് എന്നാണ് പറയണത്. അപ്പം ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ക്രൗഡ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും ബസ്സിൻ്റെ കൂടെ ബസ് തിരക്കുള്ളതായിരുന്നു, ദ ബസ് വാസ് ബിസി എന്ന് നമ്മൾ പറയത്തില്ല കേട്ടോ. ബസ്സിൻ്റെ കാര്യം, ബസ്സിൽ ആൾക്കാരാണുള്ളത്, കുറേ ആൾക്കാർ. ബിസി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഭയങ്കര ബിസി ആണല്ലോ, നമ്മൾ ചില ജോലിയിൽ ഭയങ്കര ബിസി ആയിരിക്കും. അതിനാണ് നമ്മൾ ബിസി, തിരക്കുള്ളേ നമ്മൾ ബിസി എന്ന് എഴുതുന്നത്. പക്ഷേ ഈ ബസ്സിൽ തിരക്കുള്ള ആൾക്കൂട്ടത്തിനെയൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് ക്രൗഡ് എന്നാണ്. അപ്പോൾ ഒരിക്കലും ദ ബസ് വാസ് ബിസി എന്ന് എഴുതരുത് കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് പറയണേ. എപ്പോഴും ദ ബസ് വാസ് ക്രൗഡഡ് എന്നേ നമ്മൾ എഴുതാവും. അപ്പം ക്രൗഡ് എന്ന് വെച്ചാൽ എന്താ? ആൾക്കൂട്ടം. പക്ഷേ ഇവിടെ തിരക്കുള്ളതായിരുന്നു. ഓൾറെഡി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്രൗഡിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ പാസ്റ്റ് ഫോമിലാക്കണം. ക്രൗഡഡ്. ദ ബസ് വാസ് ക്രൗഡഡ്. ബസ് തിരക്കുള്ളതായിരുന്നു. അപ്പം ഈ ക്രൗഡ് എന്ന് പറയുന്നതാണ് പ്രസൻറ്റ് ഫോം. ഈ പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്താണ് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കി എഴുതിയത്. ക്രൗഡഡ്. അപ്പം ക്രൗഡ് എന്ന് വെച്ചാൽ തിരക്കുള്ളത്. അപ്പം ഇവിടെ തിരക്കുള്ളതായിരുന്നു എന്നായതുകൊണ്ടാണ് ക്രൗഡഡ് എന്ന് എഴുതിയത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ബസ് തിരക്കുള്ളതായിരുന്നു. ദ ബസ് വാസ് ക്രൗഡഡ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ജനലിൻ്റെ അടുത്ത് ഇരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ജനൽ, വിൻഡോ, അടുത്ത്, നിയർ. ഇരിക്കുക, സിറ്റ്. പക്ഷേ ഇവിടെ ഇരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം കാര്യം ഇരുന്നു ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസും കൂടിയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൾ ജനലിൻ്റെ അടുത്തിരുന്നു. അപ്പം നമുക്ക് എഴുതാം ഷീ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ഇരിക്കുക എന്ന് വെച്ചാൽ സിറ്റാണ്. അപ്പം നമുക്ക് സിറ്റിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. സിറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എഴുതാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സിറ്റിൻ്റെ 3 ഫോംസ്. സിറ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ സിറ്റിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണ്? സിറ്റ്, സാറ്റ്, സാറ്റ്. അപ്പം ഇതാണ് സിറ്റിൻ്റെ 3 ഫോംസ്. സിറ്റ്, സാറ്റ്, സാറ്റ്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതാൻ പോണേ? ഷീ സാറ്റ്. ഷീ സാറ്റ്. അപ്പം അടുത്ത് എന്നുള്ളതിന് നിയർ. ഷീ സാറ്റ് നിയർ ദ വിൻഡോ. ഷീ സാറ്റ് നിയർ ദ വിൻഡോ. ഇവിടെ എഴുതാം. ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാം, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഷീ സാറ്റ് നിയർ ദ വിൻഡോ. അവൾ ജനലിൻ്റെ അടുത്തിരുന്നു. ഷീ സാറ്റ് നിയർ ദ വിൻഡോ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വീശി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. കാറ്റ്, വിൻഡ്, ജനൽ, വിൻഡോ. വീശുക എന്ന് വെച്ചാൽ എന്താ? ബ്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വീശി എന്നാണ്, ഓൾറെഡി വീശി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബ്ലോയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വീശി. നമുക്ക് എഴുതാം ദ വിൻഡ്. വിൻഡ് എന്ന് വെച്ചാൽ കാറ്റ്. ദ വിൻഡ്. അപ്പം ഞാൻ പറഞ്ഞു വീശുക എന്ന് വെച്ചാൽ ബ്ലോ എന്നാണ്. അപ്പോൾ നമുക്ക് ബ്ലോയുടെ 3 ഫോംസ് പഠിക്കാം. അതിന് മുമ്പായിട്ട് ബ്ലോ എന്ന് വെച്ചാൽ വീശുക. ബ്ലോ, ബ്ലൂ, ബ്ലോൺ.
അപ്പോൾ ബ്ലോ, ബ്ലൂ, ബ്ലോൺ, ബ്ലോയുടെ 3 ഫോംസ് ആണ് ഇത് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാ എഴുതാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. ബ്ലോ നമുക്ക് എഴുതാൻ പറ്റില്ല, പ്രസൻറ്റ് ഫോമാണ്. ഇത് ഓൾറെഡി വീശിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബ്ലോയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം. നമ്മൾ സെക്കൻഡ് ഫോമാണ് എഴുതുന്നത് കേട്ടോ. സെക്കൻഡ് ഫോം, ബ്ലോയുടെ സെക്കൻഡ് ഫോം ബ്ലൂ ആണ് നമ്മൾ എഴുതുന്നത്. ദ വിൻ ബ്ലൂ ഇൻ. അപ്പോൾ ഇൻ എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഇൻ യൂസ് ചെയ്തത്? കാര്യം അകത്തേക്ക് എന്നുള്ളതിനാണ് ഇവിടെ ഇൻ യൂസ് ചെയ്തത്. അപ്പം ഇൻ, ത്രൂ. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് എഴുതാം. അപ്പോൾ ജനലിലൂടെ എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ത്രൂ എഴുതിയത്. ദ വിൻ ബ്ലൂ ഇൻ ത്രൂ ദ വിൻഡോ. നമ്മളെങ്ങനെയാണ് എഴുതിയത്? കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വീശി. ദ വിൻ ബ്ലൂ ഇൻ ത്രൂ ദ വിൻഡോ. അപ്പോൾ ഇവിടെ ഈ അകത്ത് എന്നുള്ളതിന് ജസ്റ്റ് ഇന്നെന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഷോർട്ട് ഫോം ആയിട്ട്. നമുക്ക് ഈ സെൻറ്റൻസ് പല രീതികളിൽ എഴുതാം. അപ്പോൾ ഇതും ഒരു ഷോർട്ട് സിമ്പിൾ സെൻറ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എഴുതിയത്. അപ്പം അകത്തേക്ക് എന്നുള്ളതിന് ഇവിടെ ജസ്റ്റ് ഇന്നെന്ന് എഴുതിയിട്ടുള്ളൂ. നമ്മൾ ഇൻസൈഡിൽ നിന്ന് ഒന്നും എഴുതില്ല, ഇൻ. അപ്പം ഈ ഒരു സെൻറ്റൻസ് അത്ര ഇന്നിൻ്റെ ആവശ്യമുള്ളൂ. ദ വിൻ ബ്ലൂ ഇൻ ത്രൂ ദ വിൻഡോ. കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വീശി. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളിവിടെ ബ്ലോയുടെ 3 ഫോംസ് പഠിച്ചു. ബ്ലോ എന്ന് വെച്ചാൽ വീശുക, ബ്ലോ. ബ്ലോയുടെ 3 ഫോംസ് പഠിച്ചു. ബ്ലോ, ബ്ലൂ, ബ്ലോൺ. പിന്നെ കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വീശി. ജനലിലൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രൂ ദ വിൻഡോ എന്ന് എഴുതിയത്. അപ്പം നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ നീളമുള്ള മുടി ബസ്സിന് പുറത്തേക്ക് പറന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവളുടെ, ഹർ. നീളമുള്ള മുടി, ലോങ് ഹെയർ. പുറത്ത്, ഔട്ട്സൈഡ്. പറക്കുക എന്ന് വെച്ചാൽ ഫ്ലൈ എന്നാണ്. അപ്പോൾ ഇവിടെ പറന്നു എന്നായിട്ട് നമുക്ക് ഫ്ലൈയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവളുടെ നീളമുള്ള മുടി ബസ്സിന് പുറത്തേക്ക് പറന്നു. നമുക്ക് എങ്ങനെ എഴുതാം? ഹർ ലോങ് ഹെയർ. അവളുടെ നീളമുള്ള മുടി, ഹെർ ലോങ് ഹെയർ. പിന്നെ എന്താ എഴുതാൻ പോണത്? പറന്നു എന്നല്ലേ. അപ്പോൾ പറക്കുക എന്ന് വെച്ചാൽ എന്താ? ഇവിടെ എഴുതാം. പറക്കുക എന്ന് വെച്ചാൽ ഫ്ലൈ എന്നാണ്. അപ്പം നമുക്ക് ഫ്ലൈയുടെ 3 ഫോംസ് ആണ് മുമ്പായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമുക്ക് ഇവിടെ എന്താ എഴുതേണ്ടതെന്ന്. അപ്പോൾ ഫ്ലൈ എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ഫോമാണ്, പറക്കുക. അപ്പോൾ ഫ്ലൈയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. അപ്പം ഫ്ലൈയുടെ 3 ഫോംസ് ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. അപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും എഴുതാൻ പോണേ? ഹെർ ലോങ് ഹെയർ. അപ്പം ഫ്ലൈ നമുക്ക് എഴുതാൻ പറ്റില്ല, ഇതൊരു പ്രസൻറ്റ് ഫോമാണ്. കാര്യം ഈ ഒരു സെൻറ്റൻസ് നിൽക്കുന്ന പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് ഈ ഒരു സെൻറ്റൻസ്. അപ്പം ഫ്ലൈ എന്ന് പറഞ്ഞത് പ്രസൻറ്റ് വേർഡാണ് ഫ്ലൈ. അപ്പം ഫ്ലൈയുടെ 3 ഫോംസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഫ്ലൈയുടെ പാസ്റ്റ് ഫോമാണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഹെർ ലോങ് ഹെയർ. നമ്മളിവിടെ സെക്കൻഡ് ഫോമായ ഫ്ലൂ ആണ് യൂസ് ചെയ്ത് എഴുതുന്നത്. ഫ്ലൂ, ഹെർ ലോങ് ഹെയർ ഫ്ലൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു. ഹെർ ലോങ് ഹെയർ ഫ്ലൂ ഔട്ട്സൈഡ്, പുറത്ത്. ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ എന്താ? പുറത്ത്. ഇവിടെ എഴുതാം, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഹെർ ലോങ് ഹെയർ ഫ്ലൂ ഔട്ട്സൈഡ് ദ ബസ്. അവളുടെ നീളമുള്ള മുടി ബസ്സിന് പുറത്തേക്ക് പറന്നു. ഹെർ ലോങ് ഹെയർ ഫ്ലൂ ഔട്ട്സൈഡ് ദ ബസ്. നമ്മളിവിടെ എങ്ങനെയാണ് പഠിച്ചത്? ഫ്ലൈ എന്ന പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് ഇവിടെ ഫ്ലൂ ആക്കി. എന്നിട്ട് ഫ്ലൈയുടെ 3 ഫോംസ് പഠിച്ചു. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. നമ്മൾ എന്തൊക്കെ എഴുതി? നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. അവളുടെ നീളമുള്ള മുടി ബസ്സിന് പുറത്തേക്ക് പറന്നു. ഹെർ ലോങ് ഹെയർ ഫ്ലൂ ഔട്ട്സൈഡ് ദ ബസ്. ഹെർ ലോങ് ഹെയർ ഫ്ലൂ ഔട്ട്സൈഡ് ദ ബസ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, റോഡിലൂടെ നടന്നു പോകുന്ന ആരോ പെട്ടെന്ന് അവളുടെ നീളമുള്ള മുടിയിൽ പിടിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ റോഡിലൂടെ നടക്കുക എന്ന് വെച്ചാൽ എന്താ? വാക്കിംഗ് അലോങ് ദ റോഡ് നമുക്ക് എഴുതാം. ആരോ, സംവൺ. പെട്ടെന്ന്, സഡൻലി. അവളുടെ, ഹെർ. നീളമുള്ള മുടി, ലോങ് ഹെയർ. പിടിക്കുക എന്ന് വെച്ചാൽ ഗ്രാബ് എന്നാണ്. ഇവിടെ പിടിച്ചു. അപ്പോഴും മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഇവിടെ പറയണേ. അപ്പം പിടിക്കുക, ഗ്രാബ്, പിടിച്ചു. നമുക്ക് ഗ്രാബിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിൽ എഴുതാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. റോഡിലൂടെ നടക്കുക. അപ്പം നമുക്ക് എഴുതാം വാക്കിംഗ് അലോങ് ദ റോഡ്. റോഡിലൂടെ നടക്കുക, വാക്കിംഗ് അലോങ് ദ റോഡ്. ആരോയ്ക്കാണ് നമ്മളിവിടെ സമ്മൺ എഴുതിയത്. ആരോ, സമ്മൺ. പെട്ടെന്ന്, സഡൻലി. പിന്നെന്താ? അവളുടെ, ഹെർ. അവളുടെ എന്ന് വെച്ചാൽ ഹെർ, നീളമുള്ള മുടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലോങ് ഹെയർ. അവളുടെ നീളമുള്ള മുടി, ഹെർ ലോങ് ഹെയർ. അപ്പോൾ പിടിക്കുക എന്ന് വെച്ചാൽ ഗ്രാബ് എന്നാണ്.
GRAB ഗ്രാബ്. പക്ഷേ ഇവിടെ പിടിച്ചു എന്നാണ്. ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു. ഒരു കഴിഞ്ഞു പോയൊരു സെൻറ്റൻസാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസാണ് ഈ ഒരു സെൻറ്റൻസ്. അത് നമുക്ക് വായിച്ചപ്പോഴേ മനസ്സിലായി, പിടിച്ചു, മുടിയിൽ പിടിച്ചു. അപ്പോൾ നമുക്ക് ഗ്രാബിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയാണ് എഴുതിയിരിക്കുന്നത്. ഗ്രാബിനെ കൺവേർട്ട് ചെയ്തു, ഗ്രാബ്ഡ് ആക്കി. ഗ്രാബ്ഡ് ഹെർ ലോങ് ഹെയർ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി നോക്കാം. someone walking along the road suddenly grabbed her long hair. റോഡിലൂടെ നടന്നു പോകുന്ന ആരോ പെട്ടെന്ന് അവളുടെ നീളമുള്ള മുടിയിൽ പിടിച്ചു. someone walking along the road suddenly grabbed her long hair. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ നിലവിളിച്ചു. ദയവായി എൻ്റെ മുടി വിടൂ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ, ഷീ. നിലവിളിക്കുക, സ്ക്രീം. പക്ഷേ ഇവിടെ നിലവിളിച്ചു, ഓൾറെഡി ഈ ഒരു സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നിലവിളിച്ചു. അപ്പോൾ നമുക്ക് സ്ക്രീമിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. ദയവായി, പ്ലീസ്. എൻ്റെ മുടി വിടൂ. നമുക്ക് എങ്ങനെ എഴുതാം. ലെറ്റ് ഗോ ഓഫ് മൈ ഹെയർ. ലെറ്റ് ഗോ ഓഫ് മൈ ഹെയർ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ നിലവിളിച്ചു, ദയവായി എൻ്റെ മുടി വിടൂ. അപ്പോൾ നമുക്ക് എഴുതാം ഷീ. അപ്പം ഞാൻ പറഞ്ഞു നിലവിളിക്കുക എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താ എഴുതണേ, സ്ക്രീം. പക്ഷേ ഇവിടെ നിലവിളിച്ചു, ഓൾറെഡി ഇത് ഞാൻ പറഞ്ഞു ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കഴിഞ്ഞു പോയൊരു കാര്യമാണ്. നമുക്ക് സ്ക്രീമിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. ഷീ സ്ക്രീംഡ്. അവൾ നിലവിളിച്ചു, ഷീ സ്ക്രീംഡ്. അപ്പം എന്താ പറഞ്ഞത്, ദയവായി എൻ്റെ മുടി വിടൂ. അപ്പം നമുക്കിവിടെ എഴുതാം ദയവായി എന്നുള്ളത് നമുക്ക് ഇൻവേർട്ടഡ് കോമയിലാണ് എഴുതുന്നത്. പ്ലീസ്. പിന്നെന്താ, എൻ്റെ മുടി വിടൂ. അപ്പം നമുക്ക് എഴുതാം പ്ലീസ് ലെറ്റ് ഗോ ഓഫ് മൈ ഹെയർ. പ്ലീസ് ലെറ്റ് ഗോ ഓഫ് മൈ ഹെയർ. ഷീ സ്ക്രീംഡ് പ്ലീസ് ലെറ്റ് ഗോ ഓഫ് മൈ ഹെയർ. അവൾ നിലവിളിച്ചു, ദയവായി എൻ്റെ മുടി വിടൂ. അപ്പോൾ സ്ക്രീം എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക, സ്ക്രീംഡാക്കി. നമ്മൾ നിലവിളിച്ചു എന്നാക്കാൻ വേണ്ടി സ്ക്രീമിനെ പാസ്റ്റ് ഫോം ആക്കി. പിന്നെ പ്ലീസ്, ദയവായി. ലെറ്റ് ഗോ ഓഫ് മൈ ഹെയർ. ദയവായി എൻ്റെ മുടി വിടൂ. പ്ലീസ് ലെറ്റ് ഗോ ഓഫ് മൈ ഹെയർ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ നിങ്ങളുടെ പറയാം, അവൾ നിലവിളിച്ചു, ഷീ സ്ക്രീംഡ്. ദയവായി എൻ്റെ മുടി വിടൂ. പ്ലീസ് ലെറ്റ് ഗോ ഓഫ് മൈ ഹെയർ. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തിയെന്ന് പറഞ്ഞു. എന്താവും നിങ്ങളുടെ പറയാം, സ്ക്രീമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. പിന്നെ പിന്നെ ഇവിടെ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് ഒന്നിച്ച് ഒന്നെങ്കിലും പറയാം. ഷീ സ്ക്രീംഡ് പ്ലീസ് ലെറ്റ് ഗോ ഓഫ് മൈ ഹെയർ. ഷീ സ്ക്രീംഡ് പ്ലീസ് ലെറ്റ് ഗോ ഓഫ് മൈ ഹെയർ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അയാൾ പെട്ടെന്ന് അവളുടെ മുടി വിട്ടിട്ട് ഓടിപ്പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, പെട്ടെന്ന്, സഡൻലി. അവളുടെ മുടി വിടുക, ലെറ്റ് ഗോ ഓഫ് ഹെർ ഹെയർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓടുക, ഓടിപ്പോയി എന്നല്ലേ. അപ്പോൾ ഓടുക എന്ന് വെച്ചാൽ എന്താ, റൺ. ഓടിപ്പോയി എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായത് ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റണ്ണിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം, ഓടുക. അപ്പോൾ ആ റണ്ണിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അയാൾ പെട്ടെന്ന് അവളുടെ മുടി വിട്ടിട്ട് ഓടിപ്പോയി. നമുക്ക് എങ്ങനെ എഴുതാം, ഹീ സഡൻലി പെട്ടെന്ന്. ഹീ സഡൻലി. പിന്നെ എന്താ എഴുതാൻ പോണത്, അവളുടെ മുടി വിട്ടിട്ട്. അപ്പം ഞാൻ എന്താ എഴുതാൻ പോണത് നമുക്ക് നോക്കാം. ലെറ്റ് ഗോ ഓഫ് ഹെർ ഹെയർ. അപ്പം എന്താ എഴുതിയത്, ലെറ്റ് ഗോ ഓഫ് ഹെർ ഹെയർ. ഹീ സഡൻലി ലെറ്റ് ഗോ ഓഫ് ഹെർ ഹെയർ. ഇനി എന്താ എഴുതാൻ നോക്കാം, ആൻഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓടിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഓടുക എന്ന് വെച്ചാൽ റണ്ണാണ്. അപ്പം നമുക്ക് റണ്ണിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് റണ്ണിൻ്റെ 3 ഫോംസ് പഠിക്കാം. റൺ, റാൻ, റൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ ഫസ്റ്റ് ഫോം ആൻഡ് തേർഡ് ഫോം സെയിം ആണ്. റൺ, റാൻ, റൺ. അപ്പം റണ്ണിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ, റൺ, റാൻ, റൺ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. റണ്ണാണ് ഫസ്റ്റ് ഫോം, അതേപോലെ തന്നെയാണ് തേർഡ് ഫോം. നമ്മൾ കൂടുതലും പഠിക്കാറുള്ളത് ഒന്നുകിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം ആയിരിക്കും സെയിം, ചിലപ്പം സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഫസ്റ്റ് ആൻഡ് തേർഡ് ഫോം ആണ് സെയിം. റൺ, റൺ. ഇടയ്ക്കുള്ളത് റാൻ മാത്രമുള്ള ചേഞ്ച് വന്നേക്കുന്നത്. റൺ, റാൻ, റൺ. അപ്പോൾ നമുക്ക് എഴുതാം, ഹീ സഡൻലി ലെറ്റ് ഗോ ഓഫ് ഹെർ ഹെയർ ആൻഡ്. ഇപ്പോൾ ഓടിപ്പോയി എന്നാണ്. അപ്പോൾ നമുക്ക് റണ്ണിനെ പാസ്റ്റ് ഫോം ആക്കി, റാൻ ആക്കി. എന്നിട്ട് നമ്മൾ എന്താ എഴുതാം, എവേ. ran away. He suddenly let go of her hair and ran away. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു പോയിന്റ്. അയാൾ പെട്ടെന്ന് അവളുടെ മുടി വിട്ടിട്ട് ഓടിപ്പോയി. He suddenly let go of her hair and ran away. He suddenly let go of her hair and ran away. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ തൻ്റെ നീളമുള്ള മുടി മുറുക്കി കെട്ടിയിട്ട് എല്ലാവരെയും നോക്കി ചിരിച്ചു.
നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നീളമുള്ള മുടി, ലോങ് ഹെയർ. മുറുക്കി കെട്ടുക, നമുക്ക് പറയാം ടൈറ്റ്. എല്ലാവരെയും, എവ്രി വൺ. ചിരിക്കുക, സ്മൈൽ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അവൾ തൻ്റെ നീളമുള്ള മുടി മുറുക്കി കെട്ടിയിട്ട് എല്ലാവരെയും നോക്കി ചിരിച്ചു. നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ടൈഡ്. അപ്പം ടൈഡ് ഹെർ ഹെയർ, ടൈഡ് ഹെർ ലോങ് ഹെയർ. അപ്പം നീളമുള്ള മുടി മുറുക്കി കെട്ടി എന്നാണ് പറയുന്നത്. ടൈഡ് ഹെർ ലോങ് ഹെയർ. ഷീ ടൈഡ് ഹെർ ലോങ് ഹെയർ. ഷീ ടൈഡ് ഹെർ ലോങ് ഹെയർ. അപ്പം മുറുക്കി കെട്ടുക എന്നുള്ളതിനാണ് ഞാനിവിടെ ടൈറ്റ്ലി എന്ന് എഴുതുന്നത്. ടൈറ്റ്ലി. ഷീ ടൈഡ് ഹെർ ലോങ് ഹെയർ ടൈറ്റ്ലി ആൻഡ് സ്മൈൽഡ്. ചിരിക്കുക എന്ന് വെച്ചാൽ സ്മൈൽ. ഇവിടെ സ്മൈൽഡ് എന്നാക്കിയത് സ്മൈലിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. ഓൾറെഡി ചിരിച്ചു കഴിഞ്ഞു. അപ്പം ഇതൊരു കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് സ്മൈലിനെ പാസ്റ്റ് ഫോം ആക്കി കൺവേർട്ട് ചെയ്തത്. ആൻഡ് സ്മൈൽഡ് അറ്റ് എവ്രി വൺ. എല്ലാവരെയും നോക്കി എന്നുള്ളതിനാണ്, എല്ലാവരും എന്നുള്ളതിനാണ് എവ്രി വൺ എഴുതിയത്. എല്ലാവരും, എവ്രി വൺ. അപ്പം സ്മൈൽഡ് അറ്റ് എവ്രി വൺ, എല്ലാവരെയും നോക്കി ചിരിച്ചു എന്നതിനാണ് ഞാൻ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. സ്മൈൽഡ് അറ്റ് എവ്രി വൺ. അപ്പം നമുക്ക് എങ്ങനെ എഴുതി നമുക്ക് നോക്കാം. ഷീ ടൈഡ് ഹെർ ലോങ് ഹെയർ ടൈറ്റ്ലി ആൻഡ് സ്മൈൽഡ് അറ്റ് എവ്രി വൺ. അവൾ തൻ്റെ നീളമുള്ള മുടി മുറുക്കി കെട്ടിയിട്ട് എല്ലാവരെയും നോക്കി ചിരിച്ചു. നെക്സ്റ്റ് പോയിന്റ്, യാത്രക്കാർ ചിരിക്കാൻ തുടങ്ങി. ഇവിടെ യാത്രക്കാർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? പാസഞ്ചേഴ്സ്. ചിരിക്കുക, സ്മൈൽ. തുടങ്ങുക എന്ന് വെച്ചാൽ സ്റ്റാർട്ട്. ഇവിടെ തുടങ്ങി എന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിനെയും കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യാത്രക്കാർ ചിരിക്കാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ എഴുതാം? ദ പാസഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ യാത്രക്കാർ. ദ പാസഞ്ചേഴ്സ്, യാത്രക്കാർ. അപ്പോൾ ഇവിടെ ഈ നിങ്ങൾക്ക് കാണാം, ഇത് SS ആണ്. PASSENGERS. അപ്പോൾ ഇത് കൂട്ടക്ഷരത്തോടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പെല്ലിംഗ് എടുത്ത് പറയണത്. ദ പാസഞ്ചേഴ്സ് സ്റ്റാർട്ടഡ്. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങുക എന്ന് വെച്ചാൽ സ്റ്റാർട്ട് എന്നാണ്. അപ്പം നമ്മളിവിടെ സ്റ്റാർട്ടഡ് എന്ന് എഴുതുവാണ്. സ്റ്റാർട്ടഡ്, കാര്യം തുടങ്ങി എന്നാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി സ്റ്റാർട്ടഡ് എന്ന് എഴുതി. ദ പാസഞ്ചേഴ്സ് സ്റ്റാർട്ടഡ് ലാഫിങ്. നമ്മളെങ്ങനെ എഴുതിയേ? നമുക്ക് ഒന്നിച്ച് ഒന്നും കൂടെ പറയാം. യാത്രക്കാർ ചിരിക്കാൻ തുടങ്ങി. ദ പാസഞ്ചേഴ്സ് സ്റ്റാർട്ടഡ് ലാഫിങ്. യാത്രക്കാർ ചിരിക്കാൻ തുടങ്ങി. ദ പാസഞ്ചേഴ്സ് സ്റ്റാർട്ടഡ് ലാഫിങ്. അപ്പോൾ ഇവിടെ യാത്രക്കാർ എന്നുള്ളതിനാണ് പാസഞ്ചേഴ്സ് എഴുതിയത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. അതൊരു രസകരമായ യാത്രയായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ഇടാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആയിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ഓൾറെഡി ഒരു കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റിയാണ് പറയണത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതൊരു രസകരമായ യാത്രയായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ്. അപ്പോൾ ഇനി ഞാൻ എന്താ എഴുതാൻ പോണേ നമുക്ക് നോക്കാം. ഇറ്റ് 4 ഓപ്ഷൻ ഉണ്ട്. ഹാസ്, ഈസ്, വെയർ, വാസ്. അപ്പം നമുക്ക് ഏതാന്ന് നോക്കാം. അതൊരു രസകരമായ യാത്രയായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഹാസ് അല്ലെങ്കിൽ ഹാവ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യണേ? ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസ്. എനിക്കൊരു കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈസ് എപ്പോഴും ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ യൂസ് ചെയ്യും? ഇവിടെ ഓൾറെഡി ഇത് കഴിഞ്ഞു പോയൊരു കാര്യമല്ലേ. അപ്പോൾ ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറും യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം വേറെ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പറ്റാത്തത്? ഇറ്റ് എന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ വേർ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേർ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ നമുക്ക് യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷേ അത് പ്ലൂറൽ സബ്ജക്റ്റിലൂടെ മാത്രമായിരിക്കും വേർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് സിംഗുലാർ സബ്ജക്റ്റാണ്. ഹീ, ഷീ, ഇറ്റൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിംഗുലാർ സബ്ജക്റ്റാണ്. നമുക്ക് വേർ യൂസ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ല. അപ്പം അവിടെയും ഞാൻ ക്രോസ് ചെയ്യാം. അപ്പം ഇതും പറ്റില്ല കേട്ടോ. അപ്പം പിന്നെ നമ്മളിപ്പോൾ ഏതാ എഴുതാൻ പോണത്? നമ്മളിപ്പോൾ ആകെ പിന്നെ ഒറ്റ ഒരെണ്ണമല്ലേ ഉള്ളൂ. ഒരു ഇത് ക്രോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ആകെ ഇനി വാസ് മാത്രമല്ല. അപ്പോൾ നമ്മൾ വാസാണ് യൂസ് ചെയ്ത് എഴുതാൻ പോണത്. അപ്പം വാസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ ഒരു ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യം, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വാസ് യൂസ് ചെയ്ത് എഴുതാം. അപ്പം ഇത് ഒരു സിംഗുലാർ സബ്ജക്റ്റുമാണ്. അതുമാത്രമല്ല ഓൾറെഡി ഒരു കഴിഞ്ഞു പോയൊരു കാര്യമല്ലേ, ആയിരുന്നു. അപ്പം അതിനെപ്പറ്റി പറയാണ്. അതൊരു രസമായ യാത്ര ആയിരുന്നു, ഒരു പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് വാസ് യൂസ് ചെയ്ത് എഴുതാം. അപ്പം ഇത് ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ജസ്റ്റ് ഞാൻ റബ്ബ് ചെയ്തിട്ട് നിങ്ങളുടെ എഴുതാം. ഇറ്റ് വാസ്,
അപ്പം ഇവിടെ നമ്മൾ വാസ് എഴുതി. ഇനി എന്താ, അതൊരു രസകരമായ യാത്രയായിരുന്നു. ഇനി നമ്മൾ എന്താ, ഇറ്റ് വാസ് എ ഫണ്ണി ട്രിപ്പ് എന്നാണ് ഞാനിവിടെ എഴുതിയത്. യാത്രയ്ക്ക് ഞാൻ ട്രിപ്പ് എന്ന് എഴുതാം. യാത്രയ്ക്ക് നമുക്ക് ട്രിപ്പ് മാത്രമല്ല, നമുക്ക് ജേർണി എന്ന് എഴുതാം, അല്ലെങ്കിൽ ട്രാവൽ എന്ന് എഴുതാം. പക്ഷേ ഈ ഒരു സെൻറ്റൻസിന് എനിക്കൊരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തോന്നിയത് ട്രിപ്പാണ്. ഇറ്റ് വാസ് എ ഫണ്ണി ട്രിപ്പ്. അപ്പം അതൊരു രസകരമായ യാത്രയായിരുന്നു. ഇറ്റ് വാസ് എ ഫണ്ണി ട്രിപ്പ്. അപ്പം നമ്മളിവിടെ 4 ഓപ്ഷൻ എഴുതി. അതിൽ നിന്ന് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ വാസാണ് സെലക്ട് ചെയ്തത്. വാസ് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.